എന്താ പേര്? ബിന്ദു ജോഷി എന്നാണ് എൻ്റെ പേര്. കഴിഞ്ഞ വർഷം ഞാൻ മോഹനെയും കൊണ്ട് വന്നിരുന്നു. അവന് സംസാരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പം ബ്രദറെ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോഴവന് നല്ല വ്യത്യാസമുണ്ട്. അവൻ നന്നായി സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു വർഷത്തോളമായി ബ്ലീഡിങ്ങിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഞാനിവിടെ വന്ന് ധ്യാനം കൂടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെതായ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോമിയോ മെഡിസിനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് പെയിനും അതുപോലെ തന്നെ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കുടുംബത്തിനെല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ആരാധനയുടെ സമയത്ത് ഏകദേശം ഒരു 3 മണി ആ ഒരു ടൈമിൽ ആരാധനയുടെ സമയത്ത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ധ്യാനത്തിൻ്റെ. അപ്പോൾ ബ്രദർ ഇവിടുന്ന് പറഞ്ഞു, 1 വർഷത്തോളമായി ബ്ലീഡിങ് അസുഖമുള്ള ഒരു സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഭർത്താവ് പെട്ടെന്ന് എൻ്റെ കർത്താവേ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന്, അതുവരെയും ഞാൻ പ്രാർത്ഥിച്ചില്ല, പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടി ഞാനത് ഈശോയോട് പറഞ്ഞു. ഈശോയെ, ആ വ്യക്തി ഞാനായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഹോമിയോ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ ആ മെഡിസിൻ ഉപേക്ഷിച്ചു. ഇനി എനിക്കത് വേണ്ട എന്ന് തീരുമാനിച്ച് ഒരാഴ്ചയോളം ഞാൻ അത് മുടങ്ങി ആ വിശ്വാസത്തിൽ തന്നെ പോയി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നിലുള്ള അവിശ്വാസം വീണ്ടും തലപൊക്കി. അപ്പം ഞാൻ വിചാരിച്ചു, ആ മരുന്ന് കഴിക്കാതിരുന്നാൽ ഇനി പ്രശ്നമായാലോ എന്ന് കരുതി വീണ്ടും ഞാൻ ആ മരുന്നെടുത്ത് കഴിക്കാൻ തുടങ്ങി. പക്ഷേ അത് കഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അതിൻ്റേതായുള്ള അസ്വസ്ഥത, കുർബാനയ്ക്കൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ തലകറങ്ങി വീഴാൻ പോകുക എന്നുള്ള അവസ്ഥ. അപ്പോൾ ഒരു ദിവസം ഞാൻ അറിയാതെ ആ ഗുളിക കഴിക്കാൻ മറന്നുപോയി. പക്ഷേ ആ ദിവസം സംബന്ധിച്ചപ്പോൾ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു എന്ന് ഞാൻ വിശ്വസിച്ചതാണ്. എന്നിട്ടും എൻ്റെ അവിശ്വാസം കൊണ്ട് വീണ്ടും ആ ഗുളിക കഴിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് കരുതി ഞാനത് ഉപേക്ഷിച്ചു. ഇന്ന് ആ ധ്യാനത്തിന് ശേഷം 1 വർഷമായി ഇന്ന് വരെയും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഇല്ല. ഗുളികയും ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. എനിക്ക് ബ്ലീഡിങ്ങും പൂർണ്ണമായിട്ട് നിന്നു. എനിക്ക് സൗഖ്യം നൽകിയ കർത്താവിന് 1000 നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ 3-ാം ദിവസത്തെ ആരാധനയിൽ കർത്താവ് ഈ സഹോദരി പറഞ്ഞത്, 1 വർഷമായിട്ട് ബ്ലീഡിങ്ങിൽ ഒരു മകളെ കർത്താവ് തൊടുന്നു എന്നുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. ഈ മകൾക്ക് കർത്താവ് 1 വർഷമായിട്ട് ബ്ലീഡിങ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി എന്ന് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞ് 1 വർഷമായി, ഒരു കുഴപ്പമില്ല. ഇല്ല, ആരാ സൗഖ്യം നൽകിയേ? കർത്താവാണ് എനിക്ക് സൗഖ്യം നൽകിയെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് മഹത്വം. കർത്താവിന് മഹത്വം.